എടി നീ ഇതല്ലേ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഷാൻജിയോ ചേട്ടൻ്റെ കുക്കർ ബിരിയാണി റെസിപ്പി ആട്ടോ ഞങ്ങൾ ഇന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി എൻ്റെ കുഞ്ഞുമണി കരച്ചിലായ പരിപാടിയെല്ലാം കൊള്ളാകും. അതുകൊണ്ട് ഞാൻ പാല് കൊടുത്ത് ഉറക്കി കിടത്തിയിട്ട പരിപാടി സ്റ്റാർട്ട് ചെയ്തേ. ഞാൻ ഒറ്റയ്ക്കല്ലായിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. എൻ്റെ ഫുൾ ഫാമിലി ഉണ്ട്. ഓരോരുത്തർ ഓരോ പരിപാടികളായിട്ട് ഏറ്റെടുത്തു. ഒരാൾ സവാള അരിയുന്നു, ഒരാൾ തക്കാളി അരിയുന്നു, ഒരാൾ ചിക്കനിൽ മസാല പുരട്ടുന്നു. അങ്ങനെ എൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ഏകദേശം സെറ്റായി. ലാംഗ്വേജ് പ്രോബ്ലം ആണോ? നിങ്ങളുടെ മദർ ടങ് എന്താന്ന് വെച്ചാൽ അതിൽ എന്നോട് സംസാരിച്ചോളൂ. കുഞ്ഞുവാവ അപ്പാപ്പ ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത്. ഡെലിവറി എന്നല്ല, പ്രഗ്നൻ്റ് ആയതിനു ശേഷം കുക്കിങ്ങിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനൊക്കെ മനസ്സൊന്ന് സെറ്റായത്. അതിൽ ഏറ്റവും വലിയ താങ്ക്സ് എൻ്റെ ഫാമിലിയോട് തന്നെ കേട്ടോ പറയണ്ടേ. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പോസ്റ്റ് പാർട്ടം. അങ്ങനെ ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് പോകുന്നതാണ് എൻ്റെ മനസ്സ് പറയണേ. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം സെറ്റായിട്ടൊക്കെ ഉണ്ട്. സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ഗുമ്മിനിരിക്കട്ടെ, ബിരിയാണി അല്ലേ, സൈഡിൽ വേണമല്ലോ. പപ്പടവും പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഈദ് സ്പെഷ്യൽ കുക്കർ ബിരിയാണി. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.